സ്വാഗതം. എബ്രഹാം ഓസ്ലർ നാളെ റിലീസിനെത്തുകയാണ്. അതിനു മുമ്പ് അതിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആ പ്രിവ്യൂ റിപ്പോർട്ട്സിൽ സിനിമയ്ക്ക് പോസിറ്റീവാണ് ഇപ്പോൾ പറയുന്നത്. അതായത് സമീപകാലത്ത് പല സിനിമകളുടെയും നമ്മൾ പോസിറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ ഒക്കെ കേട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ ചെല്ലുമ്പോൾ നമുക്ക് ചിലതെല്ലാം വലിയ വിജയമാകുമ്പോൾ ചിലതെല്ലാം പരാജയമാകുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മൾ പ്രിവ്യൂ റിപ്പോർട്ട്സിനെ ഇപ്പോൾ വിശ്വസിക്കാറില്ല. കാരണം പലരും ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മാക്സിമം ഷെയറിനോ ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. പക്ഷേ എബ്രഹാം ഓസ്ലറിൽ അതിൻ്റെ അണിയറയിൽ നിൽക്കുന്നവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് സിനിമ അതിഗംഭീരമായിരിക്കും എന്നുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രിവ്യൂ റിപ്പോർട്ട് കൂടി ആ ഒരു കാര്യം ശരിവെക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ്. 2024 ആദ്യ വിജയം എബ്രഹാം ഓസ്ലറിലൂടെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്താണേലും ജയറാമിന് ഒരു വലിയ വിജയം ആവശ്യമാണ്. ഒരുപാട് നാളുകളായി പരാജയപ്പെട്ടിരുന്ന മോഹൻലാലിന് വലിയ ഒരു വിജയം നൽകിയിരുന്നു നേര് എന്ന സിനിമ. എന്നിരുന്നാലും ഇവിടെ തുടർച്ചയായി വിജയിക്കുന്ന മമ്മൂട്ടി സിനിമകളുടെ ഒപ്പം എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കറിയാം. അതായത് ആകെ വെട്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി ഇറങ്ങിയ മമ്മൂട്ടി സിനിമയായ കാതൽ കോർ മാത്രമാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയിരുന്ന സിനിമയുണ്ടായിരുന്നു മമ്മൂട്ടിയുടേതായിട്ടുള്ള. ആ ഒരു സിനിമയുടെ കളക്ഷനോട് അടുത്ത് എത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അത് കവർ ചെയ്തു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ആദ്യ 10-15 ദിവസങ്ങൾക്കുള്ളിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഇടിവും ഏകദേശം 75 കോടിക്കടുത്ത് സിനിമ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു 20 ദിവസം കൂടെ ഓടുകയാണെങ്കിൽ തീർച്ചയായും കണ്ണൂർ സ്ക്വാഡിൻ്റെ റെക്കോർഡ് ഈ സിനിമ തകർക്കും എന്നുള്ളതാണ്. റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളതാണ്, തകർക്കണം എന്നുള്ളതാണ്. എന്താണേലും കണ്ണൂർ സ്ക്വാഡ് നേടിയ 91.5 കോടി എന്നുള്ള റെക്കോർഡ് തകർക്കാൻ നേര് കഴിയും എന്ന് തന്നെ വിശ്വസിക്കാം. എന്താണേലും അങ്ങനെ മോഹൻലാലിന് കൂടി ഒരു വലിയ വിജയം വന്നു കഴിഞ്ഞപ്പോൾ ഇനിയും നിൽക്കുന്നത് ജയറാമാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് സുരേഷ് ഗോപിക്ക് 2 സിനിമകളിലൂടെ വമ്പൻ വിജയം നേടാൻ കഴിഞ്ഞു. അതേപോലെ ദിലീപിനും വലിയ ഒരു വിജയവുമായിട്ട് തിരിച്ച് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജയറാമിനെ സംബന്ധിച്ചിടത്തോളം നാളുകൾ ഒരുപാടായി ഒരു വിജയം നേടിയിട്ട് എന്ന് തന്നെ പറയാം. ഏകദേശം 4-5 വർഷമായി മലയാളത്തിൽ ഒരു വിജയം നേടിയിട്ട്. പക്ഷേ തമിഴ്, തെലുങ്ക്, കന്നഡ ഇൻഡസ്ട്രികളിൽ അദ്ദേഹം കൊടുമ്പിരി കൊള്ളുന്ന ലെവലിലുള്ള ഒരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട്. വലിയ വലിയ വമ്പൻ സിനിമകളിൽ ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എബ്രഹാം ഓസ്ലറിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ട്സ് പുറത്തു വരുമ്പോൾ സിനിമ ഒരു പോസിറ്റീവാണ്. അപ്പോൾ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ സിനിമ ഹെവി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം അതിഗംഭീരമായിട്ടുള്ള മലയാള സിനിമയുടെ കുതിപ്പ് തുടരുന്നത്. മമ്മൂട്ടി ഇതിലൊരു പ്രധാന വേഷത്തിൽ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി കേട്ടുവെങ്കിലും കഴിഞ്ഞ ദിവസത്തെ അഭിപ്രായങ്ങളിൽ അല്ലെങ്കിൽ ജയറാമിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സന്തോഷകരമായ വാർത്ത വരുന്നു എന്നുള്ളതും കണ്ടു. പക്ഷേ ഇതിനകത്തിൽ മറ്റു കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്തിൽ ഏറ്റവും എടുത്തു ചോദിക്കുന്നത് മോഹൻലാൽ കൂടി ഈ ഒരു സിനിമയിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ജയറാമിൻ്റെ തിരിച്ചുവരവിനെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ ശ്രമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നു. എന്താണേലും ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യ ദിവസമല്ല, അതിന് മുമ്പുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗംഭീരം എന്നുള്ളത് ആണ് എന്ന് പറയാം. എന്തായാലും മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതിഗംഭീരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.